ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് പാട്ടേശ്വരത്ത് പോയി, നെക്സ്റ്റ് നമ്മൾ മരുതുമലയിൽ പോയി, ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ഇഷയിലാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ആദ്യ യോഗേൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് വെഹിക്കിൾസ് എല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് മഴയും കാറ്റുമാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ശിവനെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ഓടിപ്പോവാനാണ് തോന്നിയത്, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഒരു വാക്കും കൊണ്ട് നമ്മുടെ ഒരു വാക്കിലും നമ്മുടെ ശിവനെ നമുക്ക് ഉപമിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കാറ്റും മഴയെല്ലാം കൊണ്ട് ശിവൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ വഴിക്കൊക്കെ നിറച്ച് വെള്ളവും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് മഴ, കാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, മോസ്റ്റ് കാറ്റാണ് കേട്ടോ. അപ്പം നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകും. കുട മാത്രമല്ല, നമ്മളെ വരെ എടുത്തുകൊണ്ട് പോകാനുള്ള പവർ നമ്മുടെ കാറ്റിനുണ്ട് കേട്ടോ. അപ്പം തൊട്ടടുത്ത് കണ്ട റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ അവിടെ നോക്ക്, എല്ലാവരും കുറേ പേര് ചായ കാപ്പി എല്ലാം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടിപ്പുറയാണ് നമ്മുടെ ഫുട്പാത്ത്, ശിവൻ്റെ അടുത്തേക്കുള്ള ഒരു പാത്ത് വരുന്നത്. ഗായ്സ്, ഇപ്പം നമ്മൾ നടന്ന് നമ്മുടെ ഷൂവിൻ്റെ കളർ ഇപ്പം വൈറ്റിൽ നിന്ന് ബ്രൗൺ ചെളി കളറിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളവും ചെളിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു മഴേൻ്റെ ടൈമിലാണല്ലോ വന്നത്. സമ്മറാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മഴക്കാലം നേരത്തെ ആണല്ലോ. അങ്ങനെതാ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ളൊരു വലിയ മരമാണ് നമ്മളിനി നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ മരം കാറ്റിലിങ്ങനെ ഉലഞ്ഞാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മരമാണത്. അപ്പോൾ അതാ ഈ ചേച്ചീൻ്റെ പാദസരം കണ്ടോ, നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗായ്സ്, നല്ല വലിയ പാദസരമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മാത്രമല്ല മിഞ്ചിയൊക്കെ അവർ വെയർ ചെയ്തിട്ടുണ്ട്. അവർ ചെരുപ്പിടാതെയാണ് നടന്നു പോകുന്നത്, നമ്മൾ ചെരുപ്പിട്ടിട്ടാണ് പോകുന്നത്. ഞാനപ്പോൾ ഓർക്കുവാണ് എങ്ങനെയാണ് അവർ ചെളി കൂടെ ചെരുപ്പിടാതെ നടന്നു പോകുന്നതെന്നൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മരുതുമലയിൽ നമ്മൾ പോയത് ചെരുപ്പില്ലാതെയല്ലേ, അത് ഓർക്കുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ വഴിയിലേക്ക് എത്താനായിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വഴി. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ കയറുന്ന എൻട്രൻസിൽ കണ്ടത് ഈ കാളക്കുട്ടന്മാരെയാണ് കേട്ടോ. ഇവരെ കണ്ട പാടെ എനിക്ക് നമ്മുടെ നന്ദീനെയാണ് ഓർമ്മ വന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കാളക്കുട്ടന്മാരായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പുല്ലെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് മോസ്റ്റ് കാറ്റാണ്, കയ്യിലുള്ള കുടയൊക്കെ കാറ്റെടുത്ത് എറിയുകയാണ് കേട്ടോ. അപ്പം നന്നായി നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടയെല്ലാം പിടിക്കാൻ. ഒപ്പം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മമ്മയും അമ്മച്ചിയും കുഞ്ഞാത്തിയും പൈങ്കിളിയും എല്ലാവരും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ചുണ്ട് നമ്മുടെ ശിവൻ്റെ അടുത്ത് എത്താൻ. അപ്പോൾ നമ്മുടെ ആദിയോഗീൻ്റെ ഫൗണ്ടറും ഓണറും ആയിട്ടുള്ള സദ്ഗുരു ജഗദീഷ് വാസുദേവൻ, അദ്ദേഹത്തിനോടാണ് ഫസ്റ്റ് ഒരു വലിയ താങ്ക് യു പറയുന്നത്. കാരണം ഈ ഒരു ശിവനെ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത്. അപ്പം ആദിയോഗി എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്നത് ശരിക്കും ഭഗവാന്റെ രൂപത്തിലല്ല കേട്ടോ, ഫസ്റ്റ് യോഗി എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മളിതാ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അപ്പം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, അതുപോലെ കാറ്റ് എവറി ടൈമിലുണ്ട് കേട്ടോ ഗായ്സ്. ഇപ്പോൾ കാറ്റെന്ന് പറഞ്ഞാൽ കുസൃതി കാറ്റാണ്, നമ്മുടെ കൊടയും മുണ്ടൊക്കെ പറിക്കാൻ വേണ്ടി വരുന്ന കാറ്റാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചിയും അമ്മയും കുഞ്ഞത്തിയും പൈങ്കിളിയും എല്ലാവരും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദിയോഗിനെ കാണാൻ വേണ്ടിയിട്ട് ഈ വേൾഡിൽ നിന്നുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം മോസ്റ്റ് തിരക്കായിരുന്നു, നടക്കുന്ന വഴിക്കാണെങ്കിലും എല്ലാം ഒരുപാട് പേര് അങ്ങോട്ട് വരുന്നു, ഒരുപാട് പേര് ഇങ്ങോട്ട് പോകുന്നു. അത്ര തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇത്രയും ഒരു തിരക്ക്. അങ്ങനെ നമ്മൾ നടന്ന് ആദിയോഗീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഒരു വലിയ മിറാക്കിളാണ് നമ്മുടെ ആദിയോഗി. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ശിവനെ തന്നെ നോക്കി ഇവിടെ ഇങ്ങനെ നിന്ന് പോവും, വേറെ ഒന്നും നമുക്ക് വേണ്ട. അത് വന്നിട്ടുള്ളവർക്ക് മാത്രമാണ് അറിയുള്ളൂ. നിങ്ങൾ ആരും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം എന്നാണ് ഞാൻ പറയുള്ളൂ ഗായ്സ്. ഇപ്പം ഞാൻ മനസ്സിൽ തൊട്ട് പറയാണ്, എനിക്ക് ആദ്യം പോയ 2 സ്ഥലങ്ങളും ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഇഷ്ടമായത് ആദിയോഗീൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. അത് നിങ്ങളിവിടെ വന്ന് ഈ ഒരു മൊത്തത്തിലുള്ള ക്ലൈമറ്റും നമ്മുടെ ശിവനെയും എല്ലാം കൂടെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. അത്രയും ഒരു പീസും സന്തോഷവും സമാധാനവും എല്ലാം കൂടി കലർന്ന ഒരു കാലാവസ്ഥയും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഇവിടുന്ന് പോകേണ്ട കാര്യം ഓർത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴേ വിഷമാവുകയാണ്. അത്ര രസമാണ് നമ്മുടെ ശിവൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ. അതുപോലെ വേറൊരു മിറാക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ
ഗായ്സ് ഇപ്പം നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മളിപ്പം ദൈവത്തിനെ കാണുമ്പം ഉറപ്പായും നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കൂലേ. പക്ഷെ നമ്മൾ ആദി യോഗീൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കൂപ്പാൻ തോന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നാത്തതാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യേ വരില്ല. കാരണം ശിവനെ ഇവിടെ ഗോഡായിട്ട് ദൈവമായിട്ടല്ല അവർ റെഫർ ചെയ്തേക്കുന്നത്, ആദിയോഗി ഫസ്റ്റത്തെ യോഗിയായിട്ടാണ്. അത് കാരണം ആ ഒരു ഇത് എല്ലാവരിലും വരുന്നുണ്ട്. എൻ്റെ ദൈവമേന്ന് മനസ്സിൽ വിളിക്കുവാണെങ്കിൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അത് നിങ്ങളിവിടെ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ, കണ്ടപാടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അത്രയും ഒരു ഇഷ്ടമാണ് നമുക്കിവിടെ വന്നു കഴിയുമ്പം. അപ്പം ഞാനിപ്പോൾ ശിവൻ്റെ തൊട്ട് മുമ്പിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഫുള്ളും ശൂലം കൊണ്ടുള്ള വലിയ വേലിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശിവനെ തൊട്ടടുത്ത് നിന്ന് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഗായ്സ്. ഇപ്പം നമ്മുടെ ആദിയോഗിക്ക് വേൾഡിലെ ഏറ്റവും വലിയ ലാർജസ്റ്റും അതുപോലെ ബെസ്റ്റ് സ്കൾപ്ചറിനും ഉള്ള ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കൊടുത്തില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. അത്രയും വലിയ മിറാക്കിളാണ് സദ്ഗുരു നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഗായ്സ് ഇപ്പം നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് നമ്മുടെ ആദിയോഗി വരുന്നത്. ഇഷ ഫൗണ്ടേഷൻ്റെ ഓണറും അതുപോലെ ഫൗണ്ടറും തന്നെയാണ് നമ്മുടെ ആദിയോഗിയുടെ ഫൗണ്ടറും ഓണറും ആയിട്ടുള്ള സദ്ഗുരു. അദ്ദേഹത്തിനോടാണ് ഇത്ര വലിയൊരു താങ്ക് യു പറയുന്നത്. കാരണം ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മുടെ ആദിയോഗീനെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ശിവനെ മുഴുവനായിട്ടും കാണണ്ടേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. നമുക്കിനി മൊത്തത്തിൽ റൗണ്ട് അടിച്ച് നമ്മുടെ ശിവനെ മുഴുവനും കാണാം കേട്ടോ. ഗായ്സ് അപ്പോൾ എൻ്റെ ഫോൺ ചത്തുപോയി. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പൈങ്കിളീൻ്റെ ഫോണിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ ഷോർട്സും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, റീൽസ് എല്ലാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് മാത്രമല്ല, മമ്മയ്ക്കും അമ്മച്ചിക്കും കുഞ്ഞാറ്റിക്കും എല്ലാവർക്കും നമ്മുടെ ശിവനെ ഒരുപാട് ഇഷ്ടമായി. ദാ അവരുടെ കുട കാറ്റ് കാരണം മടങ്ങി ചുരുങ്ങി പോകുന്നുണ്ട് കേട്ടോ. അത്രയും കാറ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സമ്മർ സീസണിൽ വരണ്ട, റെയിനി സീസണിൽ തന്നെ വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. കാരണം ഇത്രമാത്രം ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത് ഈ ഒരു മഴയുള്ളത് കൊണ്ടാണ് കേട്ടോ. ഗായ്സ് ഇപ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം തിരക്ക് ഇവിടെ ഉണ്ടെങ്കിലും ആരെയും ഒരു ഡിസ്റ്റർബൻസും ചെയ്യുന്നില്ല കേട്ടോ. അതാണ് വലിയൊരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഫുട്പാത്തിൽ കൂടെ പോയാൽ മതി, ആരെങ്കിലും നമ്മൾ തട്ടാനും മുട്ടാനൊക്കെ വരും. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല. അത്രയും നല്ലൊരു പ്ലേസ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് കാരണം തന്നെ എനിക്ക് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. ഇതേ അഭിപ്രായമായിരുന്നു മമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കും പൈങ്കിളിക്കും അമ്മച്ചിക്കും വരെ. അമ്മച്ചി പറഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ ഈ ശിവനെ കാണാൻ പറ്റിയതും ഇവിടെ വരാൻ പറ്റിയതും എന്ന്. ഗായ്സ് അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനോടാണ് കേട്ടോ ഞാൻ വലിയൊരു താങ്ക് യു പറയുന്നത്. അപ്പം ഇത്രയും വലിയൊരു നല്ലൊരു ഗുഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശിവനെ ഇപ്പോൾ കാണില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് വലിയൊരു താങ്ക് യു പറയുകയാണ്. അപ്പം നമ്മുടെ ശിവൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ചുറ്റും നമ്മുടെ ശൂലം കൊണ്ടുള്ള വേലിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വാവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ട് ഗായ്സ്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ അടുത്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതൊരു സ്ഥലത്ത് വന്നാലാണെങ്കിലും നിസ്സാരം ഒരു കടയിൽ കയറിയാലും നമ്മളോട് ചെരുപ്പഴിച്ചിടാൻ പറയൂലേ. പക്ഷേ ഇത്രയും വലിയ ആദിയോഗീൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ടുള്ളത് ചെരുപ്പഴിച്ചിടാതെയാണ്. കുറച്ച് പേരൊക്കെ ചെരുപ്പഴിച്ചിട്ടുണ്ട്, എന്നാലും ഒരു 99% എല്ലാവരുടെയും കാലിൽ ചെരുപ്പുണ്ട്. അപ്പോൾ ചെരുപ്പഴിച്ചവരെ മാത്രമാണ് ഞങ്ങളിവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെയൊന്നത്തെ റൂൾസും റെസ്ട്രിക്ഷൻസും ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അതുപോലെ നമ്മുടെ ശിവൻ്റെ അടുത്തായിട്ട് തന്നെയാണ് യോഗ സെൻറ്റർ എല്ലാം വരുന്നത്. അവിടേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. ഇവിടെ ക്യാമറ എല്ലാം അലൗഡാണ്. ആ ഭാഗത്തേക്ക് ഒട്ടും നമ്മുടെ ക്യാമറ അലൗഡ് അല്ല. അതുപോലെ ദാ ഈ ഒരു ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പം ശിവൻ്റെ അടുത്ത് എന്തായാലും ക്യാമറ അലൗഡാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഗായ്സ് ഇപ്പം നമ്മുടെ ഈവനിങ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് പീപ്പിൾസ് എല്ലാം വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഗായ്സ് ഇപ്പം 1 hourന് ശേഷം നമ്മൾ ലേസർ ഷോ കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നിന്ന സമയത്താണ് ആയിട്ട് മഴ വന്നിട്ടുള്ളത്. അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ തികച്ചും നമുക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടാവുക.
പക്ഷേ മോസ്റ്റ് മഴ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് മഴയായിരുന്നു ഗായ്സ്. അപ്പം ശിവനെ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ കാണുമ്പം ഇടയ്ക്ക് നമ്മുടെ കോടമഞ്ഞും കൂടെ വന്നപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നിൽക്കുന്നത് കൈലാസത്തിലാണോ എന്ന് വരെ തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു ക്ലൈമറ്റും മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു അതായിരുന്നു ഗൈസ്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വരാത്തവർ മഴയത്ത് തന്നെ വരണം, വെയിലത്ത് വരരുത്. കാരണം മഴയത്ത് വന്നാലാണ് ആ ഒരു നിങ്ങൾക്ക് എന്തായാലും കിട്ടുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ ഫ്രണ്ടിൽ എല്ലാവരും കുടയും ചൂടിയിട്ടാണ് ശിവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ. അപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇത്രയൊരു മഴ ഇതുവരെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടിട്ടില്ല ഗായ്സ്. അപ്പോൾ ഇത്രയും വലിയൊരു കാറ്റും മഴയും ഇതുവരെയും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഞാൻ മാത്രമല്ല, മമ്മയും അമ്മച്ചിയും കുഞ്ഞാറ്റിയും പൈങ്കിളിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അമ്മച്ചി വരെ അങ്ങനെയാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ആണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. എല്ലാവരുടെയും കുടയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ കാറ്റ്. ആരും അതിനെയൊന്നും മൈൻഡാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അത്രയും വലിയ കാറ്റും മഴയിലുമാണ് നമ്മൾ ശിവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും തീർച്ചയായും നമ്മുടെ ആദിയോഗിനെ കാണാൻ വരണം.